ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്ന് ഞാൻ വളരെ പോഷക ഗുണമുള്ളൊരു പച്ചക്കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പൊതുവെ കാണുന്നൊരു പച്ചക്കറിയാണ്. പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാവരുടെയും വീടുകളിലൊന്നുമില്ല. അപ്പം അങ്ങനെ അധികം കാണാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പണ്ടത്തെ പഴമക്കാർ പറയുക, നിത്യവഴുതന നിത്യമുണ്ടെങ്കിൽ ദീർഘായുസാണ് ബലം എന്നാണ് പറയുക. അത്ര പോഷക ഗുണമുള്ളൊരു പച്ചക്കറിയാണ്. അപ്പോൾ ഇതിൽ നിറയെ നാര് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, അയൺ സൾഫർ ഉണ്ട്. അങ്ങനെ നിറയെ പോഷക ഗുണമുള്ളൊരു പച്ചക്കറിയാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവും, BP കൺട്രോൾ ചെയ്യാൻ പറ്റും, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും, പിന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ പറ്റും, പിന്നെ ഷുഗർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ പച്ചക്കറിക്ക്. അപ്പോൾ ആ ഒരു പച്ചക്കറി വെച്ചിട്ടുള്ള സ്പെഷ്യലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിത്യവഴുതനങ്ങ തോരനാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ നിത്യവഴുതന എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ നിത്യവഴുതനയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു മീഡിയം സവോളയും പിന്നെ ഒരു 5-6 കാന്താരിമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുകും പിന്നെ 1 സ്പൂണ് അരിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ തോരനിലൊക്കെ അരി ചേർക്കും കേട്ടോ. ഒരുവിധം തോരനിലൊക്കെ ചേർക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കും. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി വേവിക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ വേണ്ട, 1.25 സ്പൂൺ ആയാലും മതി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ നിങ്ങൾ തോരന് എത്രത്തോളം തേങ്ങ ചേർക്കുന്നു അത്രത്തോളം നല്ലതാണ്. പിന്നെ നമുക്കൊന്ന് ഇതിൽ ഇത്തിരി ഒന്ന് വെള്ളം, ചെറുതായിട്ടൊരു വെള്ളം ഒന്നിങ്ങനെ പൊടിക്ക് തളിച്ച് കൊടുക്കുക. അതായത് ചെറുതായിട്ടൊരു വെള്ളമയം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വെന്തോന്ന് നോക്കാം. അപ്പം ഇത് ഏകദേശം വേവായിട്ടുണ്ട്. നിത്യവഴുതനങ്ങ വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. ചിലർ തോരന് വെളുത്തുള്ളിയൊക്കെ ചേർക്കുമല്ലോ. ഞാൻ തോരൻ വെക്കുന്നത് ഇങ്ങനെയാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനതിങ്ങനെയാണ് വെക്കലുള്ളത്. അപ്പോൾ നമ്മുടെ നിത്യവഴുതനങ്ങ തോരൻ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിത്യവഴുതന തോരൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വെച്ച ബീഫ് കറിയാണ്. പിന്നെ വെള്ളരിക്ക പുളിശ്ശേരിയാണ് അതിൻ്റെ കൂടെ വേറെ ഉള്ളത്. വെള്ളരിക്ക പുളിശ്ശേരിയുടെ പിന്നെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്യാം. ബീഫ് കറിയുടെ പിന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ കണ്ടു വെക്കുക. പിന്നെ അരിനെല്ലിക്ക അച്ചാറുണ്ട്. അരിനെല്ലിക്ക അച്ചാറും ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിൻ്റെ പക്ഷേ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, അതിന് മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം നമുക്ക് അച്ചാറും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പി ഇതാണ് ഏട്ടനുള്ളത്. ചോറ് ഞങ്ങളിവിടെ പിന്നെ പൊന്നിയരിയുടെ ചോറാണ് ഉപയോഗിക്കുന്നത്. ഏട്ടനതാണ് ഇഷ്ടം. അപ്പോൾ പൊന്നിയരിയുടെ ചോറ്, പിന്നെ വെള്ളരിക്ക പുളിശ്ശേരി, നിത്യവഴുതനങ്ങ തോരൻ, ബീഫ് കറി, അരിനെല്ലിക്ക അച്ചാർ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു ഇതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വീടുകളിൽ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത് തന്നെ എത്തുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.